ബാങ്കിംഗ് പ്രൊഫഷണലുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു ലോൺ കിട്ടാക്കടമാകുമ്പോൾ ബാങ്കിന്റെ പണം എങ്ങനെ നിയമപരമായി സംരക്ഷിക്കാം. സെക്യൂരിറ്റി ചാർജുകളെക്കുറിച്ച് പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം നമുക്ക് സിമ്പിളായി പഠിച്ചെടുക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കമ്പനി പൊടിഞ്ഞു പോയാലോ? പലർക്കും ആ കമ്പനി പണം കൊടുക്കാനുണ്ടാവും. അപ്പോൾ ആർക്കായിരിക്കും ആദ്യം പണം കിട്ടുക? ഒരു ബാങ്കർ എന്ന നിലയിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ആ വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ബേസിക് കാര്യം മനസ്സിലാക്കണം. അതാണ് സെക്യൂരിറ്റി ചാർജ്. ഒരു ബാങ്കിന്റെ ഏറ്റവും വലിയ നിയമപരമായ സംരക്ഷണ കവചമാണിത്. സിമ്പിളായി പറഞ്ഞാൽ ചാർജ് എന്ന് പറയുന്നത് ഒരു തരം സേഫ്റ്റി നെറ്റാണ്. ബാങ്കിന്റെ ഒരു ഇൻഷുറൻസ് പോളിസി പോലെ. കടം വാങ്ങിയാൽ പണം തന്നില്ലെങ്കിൽ ബാങ്കിന് ഈ ചാർജ് ഉപയോഗിച്ച് ആ ആസ്തിയിന്മേൽ അവകാശം സ്ഥാപിച്ച് പണം തിരിച്ചുപിടിക്കാൻ പറ്റും. ഇനി ഏതുതരം ചാർജ് വേണമെന്ന് തീരുമാനിക്കുന്നത് ആ ആസ്തിയുടെ സ്വഭാവം നോക്കിയിട്ടാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് തരം ചാർജുകളാണ്, ഫിക്സ്ഡും ഫ്ലോട്ടിങ്ങും. നിങ്ങളുടെ CIIP പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇത് തമ്മിലുള്ള വ്യത്യാസം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. കാരണം ഇവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഒന്നിന് മറ്റൊന്നിനേക്കാൾ മുൻഗണന കിട്ടുന്നത്? നമുക്ക് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ഫിക്സഡ് ചാർജും ഫ്ലോട്ടിംഗ് ചാർജും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. പരീക്ഷയിലൊരു ഷുവർ ക്വസ്റ്റ്യൻ ഏരിയയാണിത്. നോക്കൂ, ഇതിലെ ഏറ്റവും വലിയ വ്യത്യാസം ആ കൺട്രോൾ എന്ന വാക്കിലാണ്. ഒരു ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക ആസ്തിയെ അങ്ങ് ലോക്ക് ചെയ്യുകയാണ്. ബാങ്കിന് അതിൻ്റെ മേൽ നല്ല പിടിയുണ്ടാകും. പക്ഷേ ഫ്ലോട്ടിംഗ് ചാർജ് അങ്ങനെയല്ല. അത് സ്റ്റോക്ക് പോലെ മാറിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളിലാണ്. അപ്പോൾ ബിസിനസ്സിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടും, പക്ഷേ ബാങ്കിൻ്റെ കൺട്രോൾ കുറവായിരിക്കും. ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തു വെച്ചാൽ മതി, നിങ്ങൾക്ക് പരീക്ഷയിൽ ഒരുപാട് ഉപകാരപ്പെടും. ഇപ്പോൾ ഫിക്സഡ് ചാർജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആസ്തികളാണ് അതിൽ വരുന്നത് എന്ന് നോക്കാം. കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നവ, അതായത് ഭൂമി, കെട്ടിടങ്ങൾ, വലിയ മെഷീനറികൾ, വാഹനങ്ങൾ, ഇതൊക്കെയാണ്. അപ്പോൾ ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഫിക്സഡ് ചാർജ് ഉള്ള ഒരു അസറ്റ് വിൽക്കണമെങ്കിൽ കമ്പനിക്ക് ബാങ്കിന്റെ അനുവാദം വാങ്ങിയേ പറ്റൂ. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ആ ചാർജ്. ഇനി ഫ്ലോട്ടിംഗ് ചാർജിന്റെ കാര്യമെടുത്താലോ, അത് നേരെ തിരിച്ചാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സ്റ്റോക്ക്, സ്പെയർ പാർട്സ്, ബുക്ക് ഡെറ്റ്സ്, അതായത് ബിസിനസ് നടക്കുമ്പോൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, എണ്ണത്തിലും വിലയിലും മാറ്റം വരുന്ന ആസ്തികളെക്കുറിച്ചാണ്. ഈ പൊങ്ങിക്കിടക്കുന്നു എന്ന വാക്ക് ശരിക്കും പെർഫെക്റ്റാണ്. അതായത് ഈ ചാർജ് ഒരു പ്രത്യേക സ്റ്റോക്ക് ഐറ്റത്തിന് മുകളിലല്ല, മറിച്ച് ആ മൊത്തം സ്റ്റോക്കിന്റെ ക്ലാസിന് മുകളിലാണ്. പഴയ സ്റ്റോക്ക് വിറ്റ് പുതിയത് വരുമ്പോൾ ചാർജ് ഓട്ടോമാറ്റിക്കായി പുതിയ സ്റ്റോക്കിന് മുകളിലേക്ക് വരും. ഇത് ബിസിനസ്സിന് അവരെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ വലിയൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം വരുന്നത്. ഈ ഫ്ലെക്സിബിളായിട്ടുള്ള ഫ്ലോട്ടിംഗ് ചാർജ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ടെന്നൊരു പാറ പോലുറച്ച ഫിക്സഡ് ചാർജായി മാറും. ഈ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു കോൺസെപ്റ്റാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഈ 4 കാരണങ്ങൾ നിർബന്ധമായും ഓർത്തുവെക്കണം. എപ്പോഴാണ് ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നത്? 1. കമ്പനി പണം തിരിച്ചടക്കുന്നതിൽ വീഴ്ച വരുത്തി ബാങ്ക് നടപടിയെടുത്തു. 2. കമ്പനി പൂട്ടാൻ തീരുമാനിച്ചു, അതായത് വൈൻഡിംഗ് അപ്പ്. 3. ഒരു റിസീവറെ നിയമിച്ചു. 4. കമ്പനി ഒരു ഗോൺ കൺസേണായി മാറുമ്പോൾ. അപ്പോൾ എന്താണ് ഈ ഗോൺ കൺസേൺ? സിമ്പിളാണ്. അതായത് ഈ കമ്പനി ഇനി മുന്നോട്ട് പോവില്ല, പൂട്ടാൻ പോവുകയാണ് എന്ന് ഉറപ്പാകുന്നൊരവസ്ഥ. ആ സമയത്തും ഫ്ലോട്ടിംഗ് ചാർജ് ഫിക്സഡായി മാറും. അങ്ങനെ ക്രിസ്റ്റലൈസേഷനൊക്കെ കഴിഞ്ഞ് കമ്പനി പാപ്പറാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയാണ് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നത്. ആർക്ക് ആദ്യം പണം കിട്ടും? ഇതിന് വളരെ കർശനമായ ഒരു ഓർഡറുണ്ട്. ആ ഓർഡറിലെ ആദ്യത്തെ നിയമം ഇതാണ്: ഈടുള്ള കടക്കാർ, അതായത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, എപ്പോഴും ഈടില്ലാത്ത കടക്കാരെക്കാൾ മുന്നിലായിരിക്കും. അതായത് ഫിക്സ്ഡ് ഫ്ലോട്ടിംഗ് ചാർജ് ഉള്ളവർക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. പക്ഷേ ആ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ ഇടയിൽ തന്നെ ഒരു റാങ്കിംഗ് ഉണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ഫിക്സഡ് ചാർജ് ഉള്ളവർക്കാണ് ആ ഗ്രൂപ്പിൽ 1ാം സ്ഥാനം. അവർക്ക് പണം കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ഫ്ലോട്ടിംഗ് ചാർജ് ഉള്ളവർക്ക് കിട്ടൂ. ഈ ഓർഡറിനെ നമ്മൾ വാട്ടർഫാൾ മെക്കാനിസം എന്നാണ് പറയുന്നത്. വെള്ളച്ചാട്ടം പോലെ പണം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരും. ഓരോ തട്ടിലുള്ളവർക്കും കൊടുത്തു തീർന്ന ശേഷമേ അടുത്ത തട്ടിലേക്ക് പണമെത്തൂ. ഇതിൽ ഇൻസോൾവൻസി ചെലവുകൾ, പിന്നെ ഫിക്സഡ് ചാർജുകാർ, പിന്നെ ജീവനക്കാരുടെ ശമ്പളം, സർക്കാർ നികുതികൾ എന്നിങ്ങനെ ഓരോരുത്തരുടെയും സ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും നിർണായകമായ പാഠമെന്താണ്? നിങ്ങൾക്കൊരു ഫ്ലോട്ടിംഗ് ചാർജ് ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ സേഫ് ആണെന്ന് കരുതരുതോ.
നിങ്ങളൊരു സെക്യൂർഡ് ക്രെഡിറ്റർ ആണെങ്കിൽ പോലും ഫിക്സഡ് ചാർജുള്ളവർക്കും പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സായ ജീവനക്കാർക്കും സർക്കാരിനും ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടൂ. ക്യൂവിൽ നിങ്ങളുടെ സ്ഥാനം കുറച്ചു പിന്നിലാണ്. ശരി, ഇപ്പോൾ നിങ്ങൾക്ക് ഈ മുൻഗണനാക്രമം കൃത്യമായി അറിയാം. ഇനി പറയൂ, അടുത്ത തവണ നിങ്ങളൊരു ലോൺ സെക്യൂർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഇതെന്തു മാറ്റമാണ് വരുത്താൻ പോകുന്നത്? വെറുമൊരു ചാർജ് മതിയോ? അതോ ഒരു ഫിക്സഡ് ചാർജ് തന്നെ വേണോ? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ അടുത്ത വായ്പാ തീരുമാനത്തിൽ ഈ അറിവ് തീർച്ചയായും പ്രയോജനപ്പെടും.